സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, 1980 നടന്ന ഭാഷാ സമരത്തെ സംബന്ധിച്ച് നമ്മൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. കെ നായനാർ കേരളത്തിലെ മുഖ്യമന്ത്രിയും സഖാവ് ബേബി ജോൺ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നപ്പോൾ അറബി ഭാഷാ പഠനം സ്കൂളുകളിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ വേണ്ടി ചില കരിനിയമങ്ങൾ കൊണ്ടുവന്നു. ഡിക്ലറേഷൻ, അക്കോമഡേഷൻ, ക്വാളിഫിക്കേഷൻ എന്നീ 3 കരിനിയമങ്ങളാണ് അന്ന് ഗവൺമെൻറ് കൊണ്ടുവന്നത്. അതിനെതിരെ ആ കരിനിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ അറബി ഭാഷയും ഉറുദു ഭാഷയും പഠിക്കുവാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെടുമായിരുന്നു. അതിനോടൊപ്പം തന്നെ അധ്യാപകന്മാരുടെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ഭാവിയിൽ ഈ അന്താരാഷ്ട്ര ഭാഷ കേരളത്തിൽ പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ മുഴുവൻ നിന്നുപോകുമായിരുന്നു. ഇതിനെതിരായിട്ട് TCMA, തിരുക്കൊച്ചി മുൻഷീസ് അസോസിയേഷൻ, അതുപോലെ തന്നെ KTMA, KATF, കേരള അറബി ടീച്ചേഴ്സ് ഫെഡറേഷൻ പോലെയുള്ള അധ്യാപക സംഘടനകൾ സമരരംഗത്തിറങ്ങി. അവരുടെ സമര ആഹ്വാനങ്ങളും കേരള സമൂഹം അധികം സ്വീകരിച്ചില്ല. കാരണം അങ്കുലി പരിമിതമായ അധ്യാപകരായിരുന്നു അവർ. അങ്ങനെ അവർ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരു സമരം നടത്തി. ആ സമരം മഹാനായ CH മുഹമ്മദ് കോയ സാഹിബാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടത്. അന്ന് CH അവരോട് പറഞ്ഞു, നിങ്ങൾ സമരരംഗത്ത് നിന്നും മാറുക, സ്കൂളുകളിലേക്ക് പോകുക, നിങ്ങളുടെ ജോലി കുട്ടികളെ പഠിപ്പിക്കലാണ്, സമരം ചെയ്ത് സമയം കളയലല്ല എന്ന് പറയുകയും ഈ സമരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. തദടിസ്ഥാനത്തിൽ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ, MSF, യൂത്ത് ലീഗ്, അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുഴുവൻ ശക്തിയും ഉപയോഗപ്പെടുത്തി. അതിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ KATF എന്ന അറബി അധ്യാപക സംഘടനയും സമരരംഗത്ത് സമരരണാങ്കണത്തിൽ അഹോരാത്രം പരിശ്രമിച്ചു, സമരം ചെയ്തു. അങ്ങനെ സമരത്തിന്റെ പരമ്പരയായിരുന്നു. കളക്ടറേറ്റിലേക്കുള്ള സമരങ്ങൾ, സെക്രട്ടേറിയറ്റിലേക്കുള്ള സമരങ്ങൾ, വിദ്യാഭ്യാസ ഓഫീസുകളിലേക്കുള്ള സമരങ്ങൾ, യൂണിവേഴ്സിറ്റിയുടെ കവാടങ്ങളിലേക്കുള്ള സമരങ്ങൾ, അങ്ങനെ സമര പരമ്പര കേരളം കണ്ടു. അവസാനം 14 സെക്രട്ടേറിയറ്റുകളിലേക്കും 14 കളക്ടറേറ്റുകളിലേക്കും സമരം നടത്താൻ വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗ് വിഭാഗം തീരുമാനിച്ചു. അന്ന് KPA മജീദ് സാഹിബ്, PKK ബാബ സാഹിബ്, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുതലായ ആളുകളായിരുന്നു യൂത്ത് ലീഗിന്റെ തലപ്പത്തുണ്ടായിരുന്ന നേതാക്കന്മാർ. സമരാഹ്വാനം ചെയ്തു. എല്ലാ കളക്ടറേറ്റുകളിലേക്കും സമരഭടന്മാർ മാർച്ച് ചെയ്തു. മലപ്പുറം ജില്ലയിൽ മലപ്പുറത്തെ കളക്ടറേറ്റിലേക്കുള്ള മാർച്ച് സമാധാനപരമായിരുന്നു എല്ലാം. എന്നാൽ മലപ്പുറം കളക്ടറേറ്റിലേക്കുള്ള മാർച്ച് അവിടെ തടയപ്പെടുകയും തദടിസ്ഥാനത്തിൽ വെടിവെപ്പുണ്ടാകുകയും ഒക്കെ ചെയ്ത സംഭവം നമ്മൾക്കറിയാം. 3 യൂത്ത് ലീഗിന്റെ ഭടന്മാർ ആ രണാങ്കണത്തിൽ ഷഹീദായി. അബ്ദുറഹ്മാൻ കുഞ്ഞിപ്പ, അബ്ദുറഹ്മാൻ മജീദ്, അങ്ങനെ 3 പേരാണ് അവിടെ മരിച്ചു വീണത്. 150ഓളം ആളുകൾക്ക് വെടിയേറ്റു. ആ 10,000-കണക്കിന് ആളുകളുടെ മേൽ കള്ളക്കേസുകൾ ചുമത്തപ്പെട്ടു. അങ്ങനെ സമരങ്ങളുടെ ആ കൊടുങ്കാറ്റ് വീണ്ടും കേരളത്തിൽ അടിച്ചു വീശി. സെക്രട്ടേറിയറ്റിലേക്ക് അതിശക്തമായ ലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം ചെയ്യുമെന്ന് യൂത്ത് ലീഗ് പ്രഖ്യാപിച്ചു. കളക്ടറേറ്റിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലുമെല്ലാം മുസ്ലിം ലീഗിന്റെ MLA-മാർ രണാങ്കണത്തിൽ അതിശക്തമായി KPA മജീദ് സാഹിബ് ചോര പുരണ്ട, രക്തം പുരണ്ട ഷർട്ടുമായി അസംബ്ലിയുടെ ഉള്ളിൽ കടന്നു. അങ്ങനെ സമരത്തിന്റെ പരമ്പര തുടർച്ചയായി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിൽ നിന്നും
കാര്യങ്ങൾ മനസ്സിലാക്കി നായനാർ ഗവൺമെന്റ് പിന്നോട്ട് പോയി. ബി ജോൺ ആ കരി നിയമം പിൻവലിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അറബി അധ്യാപകന്മാർ ഇന്ന് ജീവിക്കുന്നത്. അവർ മാസം തോറും കൈനിറച്ച് ശമ്പളം വാങ്ങിക്കുന്നത് മുസ്ലിം ലീഗ് ചെയ്ത സമരത്തിൻ്റെ ചോരയിൽ നിന്നാണ്. അതുപോലെ തന്നെ കൈനിറച്ച് ട്രഷറികളിൽ നിന്നും പെൻഷൻ വാങ്ങിക്കുന്ന അധ്യാപകരുണ്ട്, അറബി അധ്യാപകർ. അവർ കൈനിറയെ ശമ്പളം പെൻഷൻ വാങ്ങിക്കുന്നത് മുസ്ലിം ലീഗ് ചെയ്ത സമര പരമ്പരയുടെ ചോരയിൽ നിന്നാണ്. അത്രത്തോളം മുസ്ലിം സമുദായത്തിന് വേണ്ടി, ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ അന്താരാഷ്ട്രീയ ഭാഷയായ അറബി ഭാഷയുടെ ഉന്നമനത്തിനു വേണ്ടി അഹോരാത്രം ശ്രമിച്ച് സമരം ചെയ്ത, രണാങ്കണത്തിൽ ഷഹീദായ മരിച്ചു വീണ സമര പരമ്പരയുടെ യോദ്ധാക്കളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും യൂത്ത് ലീഗും MSF എല്ലാം. ഇന്ന് കൈനിറയെ ശമ്പളം വാങ്ങിക്കുന്ന, കൈനിറയെ പെൻഷൻ വാങ്ങിക്കുന്ന സുഹൃത്തുക്കൾ അത് മനസ്സിലാക്കുന്നുണ്ടാവില്ല. അവർ മുസ്ലിം ലീഗിൻ്റെ പദ്ധതികളുമായി അടുത്ത് പെരുമാറുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ എൻ്റെ പാർട്ടിക്ക് എൻ്റെ ഹദിയ എന്നുള്ള പദ്ധതിയിൽ അവർ ഷെയർ ആകുന്നില്ല, അവർ പങ്കാളിത്തം വഹിക്കുന്നില്ല. വയനാട് പിന്നെ പാക്കേജിൽ അവർ പങ്കാളിത്തം വഹിക്കുന്നില്ല. ഡൽഹിയിൽ മുസ്ലിം ലീഗ് ആസ്ഥാന മന്ദിരം പണിയുവാൻ വേണ്ടി ജനങ്ങളോട് പൈസ ആവശ്യപ്പെട്ടപ്പോൾ അവർ അതിന് സഹകരിക്കുന്നില്ല. അവരുടെ നന്ദികേട് മുസ്ലിം ലീഗ് അത് ഗൗനിക്കുന്നില്ല. അവർ നന്ദികെട്ട ഖലീലും മിൻ ഇബാദിയ ഷക്കൂർ. അല്ലാഹു തആല പറഞ്ഞു, എൻ്റെ ദാസന്മാരിൽ അധികം ആളുകളും നന്ദി ചെയ്യാത്തവരാണെന്ന്. അത് പരിഗണിച്ചുകൊണ്ട് മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതൊന്നും പരിഗണിക്കാതെ ഇന്നും അറബി ഭാഷയ്ക്ക് വേണ്ടി, അറബി ഭാഷ പഠനത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഉറുദു ഭാഷ പഠനത്തിന് വേണ്ടി, മുസ്ലിം കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി, വിദ്യാഭ്യാസ രംഗത്തും അധ്യാപകരുടെ തൊഴിൽ നിലനിർത്താൻ വേണ്ടി അധ്യാപക രംഗത്തുമെല്ലാം അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആ ശ്രമം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.